ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മദീനയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിം വിശ്വാസിക്ക് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഉഹദ് യുദ്ധം നടന്ന സ്ഥലം. മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരാജയം ഉണ്ടായ ഒരു യുദ്ധം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും 700ഓളം വരുന്ന സഹാബികളും കൂടെ ആണ് ഈ യുദ്ധം ലീഡ് ചെയ്തിരുന്നത്. ഈ കാണുന്ന മലയിലാണ് നബി കുറച്ച് അമ്പെയ്ത്തിലും കാര്യങ്ങളിലൊക്കെ കുറച്ച് പ്രാഗൽഭ്യമുള്ള ആൾക്കാരെ നിർത്തിയിരുന്ന മലയാണ്. അതായത് ശത്രുക്കൾ, ഖുറൈശി ശത്രുക്കൾ ഈ മലയുടെ ബാക്കിലൂടെ വന്നിട്ട് മുസ്ലിങ്ങളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അമ്പെയ്ത്തിലൊക്കെ ഒരു പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ നിർത്തിയിരുന്ന മലയാണ് നമ്മളിപ്പോൾ ഈ സൈഡിൽ കാണുന്നത്. അപ്പം ഈ ഉഹദ് യുദ്ധം എന്ന് പറയുമ്പം നമ്മളൊരു നേതൃത്വത്തെ അനുസരിക്കാതിരുന്നാൽ വരാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ള പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഈ ഒരു ഉഹദ് യുദ്ധത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ മുന്നിൽ കാണുന്ന നീളത്തിൽ കാണുന്ന മല തന്നെയാണ് നമ്മുടെ ഉഹദ് മല എന്ന് പറയുന്നത്. 8 കിലോമീറ്ററോളം നീളത്തിലുള്ള ഈ ഉഹദ് മല നമ്മുടെ മദീനയിൽ തന്നെ ഏറ്റവും വലിയ മലയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇവിടെ യുദ്ധം നടത്തിയിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉസ്താദിൽ നിന്ന് തന്നെ കേൾക്കാം. അപ്പം ഇതാണ് ആ ഒരു മല. അപ്പം ഒരു വിശ്വാസിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യുദ്ധമാണ് ഉഹദ് യുദ്ധം എന്ന് പറയുന്നത്. നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യുദ്ധം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉസ്താദിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. അതിൻ്റെ അടുത്താണ് നമ്മുടെ ഉഹദ് യുദ്ധത്തിൽ മരിച്ച ആൾക്കാരുടെ, ഷഹീദാക്കളായ ആൾക്കാരുടെ ഖബറടക്കിയ സ്ഥലവും നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഉസ്താദിൽ നിന്ന് തന്നെ കേൾക്കാം. അടുത്തുനിന്നുള്ളിട്ടോ, നമ്മളെ ഉഹദ് യുദ്ധം നടന്ന ചരിത്രപ്രധാനമായ മണ്ണിലാണ് നിൽക്കുന്നത്. ഉഹദിൻ്റെ ചരിത്രം വളരെ വിശാലമായ ചരിത്രമാണ്. പക്ഷേ ഞാനത് വളരെ ചെറുതാക്കി ഒരു 10-20 മിനിറ്റ് കൊണ്ട് തീരുന്ന രീതിയിൽ ചെറിയ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന വലതുഭാഗത്ത് കാണുന്ന വിശാലമായി കിടക്കുന്ന വലിയ പർവ്വതമാണ് ഉഹദ് പർവ്വതം എന്ന് പറയുന്നത് കേട്ടോ. ഉഹദ് മലയാണ് ഈ കാണുന്നത്. ഏകദേശം 8 കിലോമീറ്റർ നീളമുണ്ട് ഉഹദിന്. 8 കിലോമീറ്റർ നീളം എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം എത്രത്തോളമാണ് നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. ഈ കാണുന്നത് മാത്രമല്ല, ഇതിലൂടെ അങ്ങനെ വലതുഭാഗത്തേക്കും ഇവിടെ അവസാനിക്കുന്നൊന്നുമില്ല. ഇവിടുന്ന് അങ്ങനെ പിന്നിലൂടെ കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്നുണ്ട്. അങ്ങനെ 8 കിലോമീറ്ററോളം നീളമുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിലെങ്കിലും 2-2.5 കിലോമീറ്റർ വീതിയുണ്ട്. 2.5 കിലോമീറ്ററൊക്കെ വീതിയുണ്ട്. നമ്മൾ ആ സങ്കല്പം വരണം. അപ്പോൾ ഇത് ഏറ്റവും വലിയ അസാമാന്യമായ വലിയ പർവ്വതമാണിത്. മദീനയിലെ ഏറ്റവും വലിയ പർവ്വതം ഉഹദാണ്. അലൈഹി സ്വലമയും നബിയുടെ കൂടെയുള്ള 700 സഹാബാക്കൾ, 700 ആൾക്കാർ നബിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. 1000ഓളം ആളുകൾ ഉണ്ടായിരുന്നു മദീനയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ. പക്ഷെ 300ഓളം വരുന്ന കപട വിശ്വാസികളായ ആളുകൾ മാർഗ്ഗമധ്യേ പിന്തിരിഞ്ഞു പോയി. ഇതൊക്കെ കേട്ടിട്ടില്ലേ? 300 ആൾക്കാർ മടങ്ങിപ്പോയി കഥയൊക്കെ. അങ്ങനെ 300 ആൾക്കാർ പിന്തിരിഞ്ഞു പോയി. ബാക്കിയുള്ള 700 സഹാബാക്കൾ, ആ 700 സഹാബാക്കളുമായി ഒരു ശനിയാഴ്ച ദിവസം ശവ്വാൽ 7-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ, അപ്പോൾ ഹിജ്റ 3-ാം വർഷം ശവ്വാൽ 7-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു നിന്നത് ഈ താഴ്വരയിലാണ്. എന്ന് പറഞ്ഞപ്പോൾ ഈ ഭാഗത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു നിൽക്കുന്നത്. മുസ്ലിം സൈന്യത്തെ മുഴുവനും അങ്ങോട്ട് മുഖം തിരിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അണിനിരത്തി. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് മുഖം തിരിച്ച് 700 ആൾക്കാരെ പ്രവാചകൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശത്രുക്കൾ 3000ഓളം വരുന്ന ഖുറൈശികൾ വന്നു നിന്നിരുന്നത് ആ ഭാഗത്തായിരുന്നു. നമ്മുടെ വാഹനമൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ആ ഒരു ഭാഗം, അത് മുഴുവനായിട്ട് ഖുറൈശികൾ അവിടെ വന്ന് നിൽക്കുന്ന റസൂൽ കണ്ടു. റസൂൽ ഖുറൈശികളൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീന അവിടെയാണല്ലോ, മദീന റസൂൽ ഇങ്ങനെ വന്ന് ജബലുർ റുമാത്തിന്റെ പിന്നിലൂടെ അങ്ങനെ വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സൈന്യത്തെ ഇവിടെയും റസൂൽ കൊണ്ടുവന്നു. മുസ്ലിം സൈന്യം ഇവിടെ, ശത്രുക്കൾ അവിടെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യുദ്ധത്തിന്റെ ആ ദിശ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, ഇസ്ലാമിക സൈന്യത്തിൽ നിന്ന് ഒരു 50 അമ്പെയ്ത്തുകാരെ, വില്ലാളികളായ 50 ആൾക്കാരെ റസൂൽ വേർതിരിച്ചെടുക്കുകയും സമർത്ഥരായ വില്ലാളികളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 50 ആൾക്കാരെ ആ കുന്നിന്റെ മുകളിൽ കയറ്റി നിർത്തുകയും ചെയ്തു. അതിന്റെ വലിയ തന്ത്രമായിരുന്നു അത്. അപ്പം അങ്ങനെ കയറ്റി നിർത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശത്രുക്കൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ കുന്നിനെ ചുറ്റിയിട്ട് ആ കുന്നിനപ്പുറത്തു കൂടെ മുസ്ലിങ്ങളുടെ പിന്നിലേക്ക് വരികയും അങ്ങനെ പിന്നിലൂടെ ആക്രമിക്കുകയും ചെയ്യുമോ എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഖുറൈശികൾ എപ്പോഴെങ്കിലും അതിന്റെ പിന്നിലൂടെ വന്ന് മുസ്ലിങ്ങൾ ഇവിടെ നിൽക്കുന്നത്, മുസ്ലിങ്ങളൊക്കെ കൂടി മുന്നോട്ട് കയറി കഴിഞ്ഞാൽ ശത്രുക്കൾ ഒരുപക്ഷെ ആ കുന്നിന്റെ പിന്നിലൂടെ മുസ്ലിങ്ങളെ പിന്നിലേക്ക് വരികയും അങ്ങനെ പിന്നിലൂടെ ആക്രമിക്കുകയും ചെയ്യുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ശത്രുക്കൾ പിന്നിലൂടെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിക സൈന്യത്തിൽ നിന്ന് 50 ആൾക്കാരെ റസൂൽ നിർത്തിയത്, അമ്പെയ്ത്തുകാരെ. അവർ അമ്പും വില്ലൊക്കെ തയ്യാറാക്കിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തുന്നത്.
അങ്ങനെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. റസൂൽ അവരോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ശത്രുക്കളെ എന്ത് ചെയ്യണം, ശത്രുക്കളെ ഇങ്ങനെ നിരീക്ഷിക്കണം. ശത്രുക്കൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിന്റെ പിന്നിലൂടെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒന്നിച്ച് രണഭൂമിയിലേക്ക് നിങ്ങൾ അമ്പെയ്യേണ്ടത്. അങ്ങനെ അമ്പെയ്തിട്ട് ശത്രുക്കളെ അവർ നിൽക്കുന്ന അവരുടെ പടനിലങ്ങൾ, അവർ നിൽക്കുന്ന ഏരിയ, ആ ഏരിയയിലേക്ക് തന്നെ എന്ത് ചെയ്യണം, അവരെ നിങ്ങൾ ഓടിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ശത്രുക്കൾ വരുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, വരുന്നില്ലെങ്കിലോ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ അമ്പും വില്ലൊക്കെ തയ്യാറാക്കിയിട്ട് അവരുടെ നേരെ ഇങ്ങനെ അമ്പെയ്ത്തുകാരായിട്ട് ആ ഒരു തയ്യാറെടുപ്പോടുകൂടി അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു നൃത്തം നിങ്ങൾ നിൽക്കണം. എപ്പോഴെങ്കിലും അവർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയുധമെടുത്ത് അവർ അമ്പെയ്തിട്ട് അവർ ഓടിക്കുകയും വേണം എന്ന് റസൂൽ പറഞ്ഞു. എന്നിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് റസൂൽ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും എൻ്റെ കൽപ്പന കിട്ടാതെ ഈ കുന്നിൽ നിന്ന് മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടി രണഭൂമിയിലേക്ക്, അതായത് ഇവിടേക്ക് നിങ്ങൾ വരാൻ പാടില്ല, ഈ മണ്ണിലേക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇറങ്ങരുത് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. എത്രത്തോളം പ്രവാചകൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ യുദ്ധത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക, നമ്മളാണ് പരാജയപ്പെടുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ പരാജയപ്പെടുന്നു, ശത്രുക്കൾ നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ വെട്ടിക്കീറി ഛിന്ന ഭിന്നമാക്കുന്നു. ആ വെട്ടിക്കീറപ്പെട്ട ശരീരഭാഗങ്ങൾ റാഞ്ചിയെടുക്കാൻ വേണ്ടി ആകാശലോകത്തു നിന്ന് കഴുകന്മാർ പറന്നിറങ്ങുന്നു. ആ കഴുകന്മാർ ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ റാഞ്ചി പറക്കുന്നത് നിങ്ങൾ കണ്ടാൽ പോലും ഈ കുന്നിന്റെ മുകളിൽ നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, രണഭൂമിയിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും ഈ കുന്നിൽ നിങ്ങൾ താഴേക്ക് ഇറങ്ങരുത്. ഇവിടെ എന്തൊക്കെ നടന്നാലും ആകാശം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് കണ്ടാലും എന്നൊക്കെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. കാരണം ഞങ്ങൾ പരാജയപ്പെട്ട് ശത്രുക്കൾ ഞങ്ങളുടെ ശരീരഭാഗങ്ങളൊക്കെ വെട്ടിക്കീറുന്നതൊക്കെ നിങ്ങൾ കാണാൻ എന്ന് മാത്രമല്ല, ആ വെട്ടിക്കീറപ്പെട്ട ശരീരഭാഗങ്ങളൊക്കെ റാഞ്ചിയെടുക്കാൻ വേണ്ടി പക്ഷികൾ വന്നിറങ്ങി ആ പക്ഷികൾ ഞങ്ങളുടെ ശരീരഭാഗങ്ങളൊക്കെ കൊത്തി വലിച്ച് പറന്നു പോകുന്നത് കണ്ടാൽ പോലും നിങ്ങൾ ആ കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ഇറങ്ങരുത്, എൻ്റെ കൽപ്പന വരുന്നത് വരെ നിങ്ങൾ അവിടെ നിൽക്കണം എന്ന് റസൂൽ പ്രത്യേകം പറഞ്ഞു. അപ്പൊ അങ്ങനെ പ്രവാചകൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത്രമാത്രം നിർണായകമാണ് ഈ കുന്ന് എന്ന അടിസ്ഥാനത്തിലാണ്. ഈ 650ഓളം വരുന്ന സഹാബാക്കൾ ശത്രുക്കളുടെ ഇടയിലേക്ക് അങ്ങോട്ട് ഇടിച്ചിറങ്ങി, ശത്രുക്കൾ ഇങ്ങോട്ടും വന്നു. അങ്ങനെ ഈ കൂടാരമൊക്കെ ഉൾക്കൊള്ളുന്ന ഈ ഭാഗത്ത് പൊരിഞ്ഞ പോരാട്ടം നടന്നു. ഈ പോരാട്ടത്തിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ശത്രുനിരകൾ ചിതറാൻ തുടങ്ങി, ഛിന്ന ഭിന്നമാകാൻ തുടങ്ങി. മുസ്ലിങ്ങൾ വിജയത്തിലേക്ക് വന്നു. ശത്രുക്കളെല്ലാം പരാജയപ്പെട്ട് ശത്രുക്കളെല്ലാം രണഭൂമി വിട്ട് പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. എല്ലാ യുദ്ധങ്ങളിലും അങ്ങനെ സംഭവിക്കാം. മുസ്ലിങ്ങൾ യുദ്ധം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്ക് ശത്രുക്കൾ പരാജയപ്പെട്ടിട്ടുണ്ടോ? കാരണം മുസ്ലിങ്ങളുടെ ഈ ആത്മവീര്യത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അബൂ സുഫിയാന്റെ സൈന്യം മുഴുവനും പരാജയപ്പെട്ട് എല്ലാവരും രണഭൂമി വിട്ട് ഓടാൻ തുടങ്ങി. ഈ ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾ എന്താ ചെയ്യുക, അവർ ശത്രുക്കളെ പിന്തുടർന്ന് വധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ വിജയം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഭൂരിഭാഗം ശത്രുക്കളും എന്ത് ചെയ്തു, രണഭൂമി വിട്ട് ഓടിക്കഴിഞ്ഞു. 99.9% ശത്രുക്കൾ ഓടിക്കഴിഞ്ഞിരിക്കുന്നു. രണഭൂമി മുസ്ലിങ്ങൾക്ക് സ്വന്തമായി. സ്വാഭാവികമായും ശത്രുക്കൾ രണഭൂമിയിൽ ഉപേക്ഷിച്ച് പോകുന്ന സമ്പത്ത്, ഇതിനാണ് ഗനീമത്ത് സ്വത്ത് എന്ന് പറയാം. ഈ സമ്പത്ത് വിജയികളായ മുസ്ലിം പട്ടാളക്കാർ ഈ സമ്പത്തെല്ലാം വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാടുണ്ടാവും, ഒട്ടകങ്ങളും ആടുമാടുകളും അങ്ങനെയൊക്കെ ആയിട്ട് ശത്രുക്കളുടെ എല്ലാ സമ്പത്തും മുസ്ലിങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ആര് കാണുന്നുണ്ട്? അതിന് മുകളിൽ നിർത്തിയിരിക്കുന്ന 50ഓളം വരുന്ന സഹാബാക്കൾ. അവരിതിങ്ങനെ അമ്പൊക്കെ തയ്യാറാക്കി, അവർക്ക് പ്രത്യേക ജോലിയൊന്നുമില്ല. ശത്രുക്കളെല്ലാം ഓടിപ്പോയത് കണ്ടു, മുസ്ലിങ്ങൾ ഗനീമത്ത് വാരി കൂട്ടുന്നത് കണ്ടു. ഇത് കണ്ടതോടുകൂടി അവർക്ക് തോന്നി, ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, ശത്രുക്കളെല്ലാം ഓടിപ്പോയിരിക്കുന്നു, ഇനി ഒരിക്കലും അവർ മടങ്ങി വരാൻ സാധ്യതയില്ല, അപ്പൊ യുദ്ധം തീർന്നിരിക്കുന്നു, ഇനിയിപ്പോൾ നില അവിടെ നിൽക്കുന്നത് സ്വാഭാവികമായ ചിന്തയാണ്. അങ്ങനെ അവർക്ക് തോന്നുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയുടെ ഗൗരവമൊക്കെ ഒരു നിമിഷം അവർ മറക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ കുന്നിന്റെ മുകളിൽ നിന്ന് 50 സഹാബാക്കളിൽ ഭൂരിഭാഗം ആൾക്കാരും രണഭൂമിയിലേക്ക് ഓടിയിറങ്ങുകയും അവരും ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുന്നതിലും മറ്റുള്ളവരെ പോലെ പങ്കാളികളായി തീരുകയും ചെയ്തു. അപ്പൊ ഈ ഒരു ഘട്ടത്തിലാണ് പിന്തിരിഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കൾ. അവരുടെ കൂട്ടത്തിൽ അന്നുണ്ടായിരുന്ന, എന്നാൽ പിൽക്കാലത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് കടന്നു വരികയും ഇസ്ലാമിനെ സകല യുദ്ധങ്ങളിലും വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത ലോക ചരിത്രം കണ്ട എക്കാലത്തെയും പ്രതിഭാധനനായ സൈന്യാധിപൻ മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. കേട്ടില്ല ഖാലിദ് റളിയല്ലാഹു അൻഹു സൈഫുല്ലാഹിൽ മസ്ഊൽ എന്നൊക്കെ പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് റസൂൽ പറയുന്നത്. ഖാലിദിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അസാമാന്യ പ്രതിഭാശാലിയാണ്. ഏത് യുദ്ധത്തെയും വിജയിപ്പിച്ചെടുക്കാനുള്ള തന്ത്രം ഖാലിദിന്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു അന്ന് ശത്രുക്കളുടെ നേതാവാണ്, ശത്രുക്കളുടെ 200ഓളം വരുന്ന കുതിരപ്പടയുടെ നായകനാണ്. ഈ ഖാലിദ് റളിയല്ലാഹു അൻഹു ഒക്കെ പരാജയപ്പെട്ട് ഓടാണ്. ഇസ്ലാമിന്റെ ഈ ശക്തിയുടെ മുന്നിൽ പിടിശാലിയായ ഖാലിദ് ഒരു നിമിഷം ആ ഓട്ടത്തിനിടയിൽ അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞിട്ട് ഈ കുന്നിലേക്ക് നോക്കി. ഈ കുന്നിലേക്ക് നോക്കുമ്പോൾ ഈ കുന്നിൽ നിന്ന് ആളുകളൊക്കെ താഴേക്ക് ഇറങ്ങിയത് കണ്ടു. ഇത് കണ്ടതോടുകൂടി ഖാലിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെയുള്ള 200ഓളം വരുന്ന കുതിര സൈന്യത്തെ ഒരു ഭാഗത്ത് പിടിച്ചു നിർത്തി ആ കുതിര സൈന്യവുമായി നേരെ ഈ കുന്നിന്റെ പിന്നിലേക്ക് മടങ്ങി വന്നു. ഈ കുന്നിന്റെ മുകളിലുള്ള 10 സഹാബാക്കളെ, 50 ആൾക്കാർ 40 ആൾക്കാർ ഇറങ്ങി പോന്നിരുന്നു, ബാക്കി 10 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 10 ആളുകളെ അതിന്റെ മുകളിൽ കയറി നിഷ്പ്രയാസം പതിച്ചു കളഞ്ഞു. എന്നിട്ട് ഖാലിദിന്റെ 200ഓളം വരുന്ന കുതിര സൈന്യം ഒരു കൊടുങ്കാറ്റ് പോലെ ഇസ്ലാമിക പിൻതാളത്തേക്ക് തുടങ്ങുന്നു. ഇതാരറിയുന്നില്ല?
മുസ്ലിങ്ങൾ അറിയുന്നില്ല. കാരണം അവർ ഗനീമത്ത് വാരിക്കൂട്ടുന്ന തിരക്കിലാണ്. അവിടെ നിർത്തിയ ആൾക്കാർ അവിടെ തന്നെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഗനീമത്തൊക്കെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി പിന്നിൽ നിന്ന് ആക്രമണം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ആക്രമണം മുസ്ലിങ്ങളാകെ ഞെട്ടിപ്പോയി. അവർ നോക്കുമ്പോൾ ആ കുന്നിന് മുകളിൽ ഒരു മനുഷ്യനെയും കാണുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ശത്രുക്കൾ പിന്നിൽ വന്ന് നിൽക്കുന്നു. ഇതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ കയ്യിലുള്ള ഗനീമത്ത് സ്വത്തൊക്കെ വലിച്ചെറിഞ്ഞും കിട്ടാവുന്ന ആയുധങ്ങളൊക്കെ എല്ലാ സഹാബാക്കളും വളരെ വേഗം കിട്ടാവുന്ന ആയുധങ്ങളൊക്കെ തപ്പിപ്പിടിച്ചെടുത്തിട്ട് സഹാബാക്കൾ മുഴുവനും തിരിഞ്ഞു നിന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് പടവെട്ടാൻ തുടങ്ങി. കാരണം അവിടെ ശത്രുക്കളുള്ളത്. അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞ് യുദ്ധം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പിന്തിരിഞ്ഞോടുന്ന ഖുറൈശികൾ, അബൂ സുഫിയാൻ സംഘം, അവിടെ 200 ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളൂ. അവര് 3000 ആളുകളുണ്ട്. 2800 ആൾക്കാർ പിന്നെയുണ്ട് അവിടെ. ഈ അബൂ സുഫിയാൻ എന്ത് ചെയ്തു? കുറെ ഓടിയിട്ട് അബൂ സുഫിയാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അബൂ സുഫിയാൻ കാണുന്നത് മുസ്ലിങ്ങൾ അവരെ പിന്തുടരുന്നതല്ല, മുസ്ലിങ്ങളെല്ലാം തിരിഞ്ഞു നിന്ന് ഇങ്ങോട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആര് കണ്ടു? അബൂ സുഫിയാൻ കണ്ടു. ഇതോടുകൂടി അബൂ സുഫിയാൻ എന്ത് ചെയ്തു? ഓട്ടം നിർത്തി. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ശത്രുക്കളെ മുഴുവനും അദ്ദേഹം ഒരു ഭാഗത്ത് പിടിച്ചു നിർത്തി. ആ ശത്രുസേനയുമായി വീണ്ടും രണഭൂമിയിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് അവിടെ നിന്നിട്ട് മുസ്ലിങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി. ഇപ്പോൾ നോക്കി ആക്രമണം. അവിടെ അബൂ സുഫിയാൻ സംഘവും ഇവിടെ ഖാലിദ് സംഘവും, നടുവിൽ ഇസ്ലാമിക സൈന്യം. ഇതാണ് പ്രിയപ്പെട്ടവരെ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം. ഈ ബാക്കിങ്ങൾ ആലോചിച്ചാൽ മതി എന്തൊക്കെയായിരിക്കും ഇവിടെ നടന്നിട്ടുണ്ടാവുക. ഒരു ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? മുസ്ലിങ്ങളെ ശത്രുക്കൾ മൊത്തമായിട്ട് എനിക്ക് വളഞ്ഞു നിന്നതാണ്. അന്ന് സങ്കല്പിച്ചാൽ മതി, ശത്രുക്കൾ മൊത്തമായി വളഞ്ഞാൽ ഒരു സൈന്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പിന്നെ കനത്ത പരാജയത്തിലേക്ക് വീടുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളുടെ കനത്ത ആക്രമണം. എവിടെയാണ് ശത്രുക്കളുള്ളത്, ഏതാണ് ശത്രു, ഏതാണ് മിത്രം എന്നൊന്നും മനസ്സിലാവുന്നില്ല. കാരണം എല്ലാവരും പടച്ചൊക്കെ ധരിച്ചിട്ടുണ്ടാവും. ഇതിൽ മുന്നിൽ നിൽക്കുന്നത് മുസ്ലിമാണോ കാഫിറാണോ എന്നൊന്നും മനസ്സിലാവില്ല. ആകെ ശത്രുക്കൾ. മുസ്ലിങ്ങൾ തന്നെ ഒരു ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? മുസ്ലിങ്ങൾ ആരാണ് കാഫിറുകൾ ആരാണെന്നൊന്നും അറിയാതെ മുസ്ലിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പടവെട്ടാൻ തുടങ്ങിയതാണ്. അങ്ങനെ മുസ്ലിങ്ങളുടെ വെട്ടിയിട്ട് കുറെ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അയിന അമ്മി എന്ന് ചോദിച്ചു. ആരാ അമ്മ? നബിന്റെ എളാപ്പ. അപ്പോൾ എളാപ്പാനെ കാണാനില്ല. അപ്പോൾ ഹംസ റളിയല്ലാഹു ഏത് ഘട്ടത്തിൽ നബിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ബദർ യുദ്ധത്തിലൊക്കെ ഹംസ റളിയല്ലാഹുവിന്റെ സ്ഥാനം നമുക്കറിയാം. ഹംസ റളിയല്ലാഹു എപ്പോഴും നബിയുടെ വലങ്കയായി നബിയുടെ കൂടെ ഉണ്ടാവാറുണ്ടായിരുന്ന നബിക്ക് ഈ ലോകത്ത് പ്രവാചകൻ ഏറ്റവും ഹംസയുടെ ചോരയിൽ പ്രവാചകൻ വലത് കൈ ഇങ്ങനെ നിൽക്കുന്നത്. ഇനി പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോളൂ. തന്റെ പിതൃവിന്റെ ചോരയിൽ വലത് കൈ ഇങ്ങനെ നനച്ചിട്ട് റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് ചെയ്തവരെ ഞാൻ പാഠം പഠിപ്പിക്കുന്നത് തന്നെ ചെയ്യും. എന്നെങ്കിലും ഒരു നാൾ മക്ക ഞാൻ ജയിച്ചടക്കും. മക്ക ജയിച്ചടക്കുന്ന കാലത്ത് ഇത് ചെയ്ത ആളുകൾ എന്റെ മുന്നിൽ വരും. റസൂൽ പറഞ്ഞതാണ്, മക്ക ജയിച്ചടക്കുന്ന കാലത്ത് ഇത് ചെയ്ത ആൾക്കാരെ ഞാൻ കാണും. റസൂൽ പറഞ്ഞു, അന്ന് ഇവർക്കെതിരെ ഇതുപോലെ ഞാൻ പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞു. അള്ളാഹുവാണ് സത്യം പറഞ്ഞ ശപഥം ചെയ്തു റസൂൽ. നിങ്ങൾ ആലോചിച്ചു, ഈ സംഭവം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും മക്ക ജയിച്ചടക്കി കേട്ടോ. ഇതിൽ 8ാം വർഷം മക്ക കീഴടങ്ങി. മക്കം പത്തിൽ നിന്ന് റസൂൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നബിന്റെ മുന്നിൽ ഈ പറയുന്ന വഹ്ഷിയും ഈ പറയുന്ന ഹിന്ദുവൊക്കെ നബിന്റെ മുന്നിൽ മക്കം പത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ റസൂൽ എന്താ അവരോട് ചെയ്തത്? അങ്ങനെ ചെയ്യായിരുന്നല്ലോ. റസൂൽ വഹ്ഷി ഇങ്ങനെ കണ്ടിട്ടേ മക്കം പത്തിൽ നിന്ന് വഹ്ഷി നിൽക്കുന്നത് കണ്ടപ്പം വഹ്ഷിയല്ലേ എന്ന് ചോദിച്ചു. ആ വഹ്ഷിയാണ് താൻ ഇവിടെ വാന്ന് വന്നു. വഹ്ഷി വിളിച്ചിട്ട് റസൂൽ വലത് ഭാഗത്ത് ഇരിക്കുന്നതാണ്. നബിന്റെ ഒരു വിരിപ്പ് വിരിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്. കുത്തുപോയതെന്നാ. വഹ്ഷി ഇവിടെ ഇരിക്കും. വഹ്ഷി അവിടെ ഇരുത്തിയിട്ട് ജനങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ്. റസൂൽ വഹ്ഷിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഹദ്ദിസ്നി കൈഫ ഖതൽത ഹംസ. എടോ എൻ്റെ പിതൃവൻ ഹംസയെ ഉഹദിൽ നീ എന്താ ചെയ്തത്? എൻ്റെ പിതൃവനെ എന്താ ചെയ്തത്? എൻ്റെ പിതൃവൻ എങ്ങനെയാണ് വധിച്ചത്? അതൊന്ന് പറയുമോ? അപ്പോൾ നബി കണ്ടപ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് അതുമ്പത്തിൻ്റെ. അപ്പോൾ വഹ്ഷിക്ക് എന്താ സംഭവം എന്നാൽ വഹ്ഷി പേഫറല്ലാഹു ലക, അള്ളാഹു വഹ്ഷി നിനക്ക് പുറത്തു തരട്ടെ. നീ ചെയ്ത തെറ്റുണ്ടല്ലോ, എനിക്ക് സഹിക്കാൻ പറ്റാത്ത തെറ്റാണ്. അള്ള നിന്നോട് കരുണ കാണിക്കട്ടെ. നീ ചെയ്ത തെറ്റ് അള്ള നിനക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞിട്ട് റസൂൽ വഹ്ഷിക്ക് മാറ്റി കൊടുത്തു. പക്ഷേ വഹ്ഷിയോട് റസൂൽ പറഞ്ഞ വാക്കുണ്ട്. ആ വാക്ക് ഇതായിരുന്നു. കണ്ണീരോടെ വഹ്ഷിന്റെ മുഖത്തേക്ക് കയറി നോക്കി റസൂൽ പറഞ്ഞു, വഹ്ഷി എനിക്കൊരു അപേക്ഷ ഉണ്ട് നിന്നോട്. അപേക്ഷയാണ്, കൽപ്പനയൊന്നുമല്ല. എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗയ്യിബ് വജ്ഹക അന്നി, വഹ്ഷി നിന്റെ മുഖം ഒന്ന് എന്നിലേക്ക് മാറ്റിപ്പിടിക്കും. പല അറിയുന്നൊക്കെ ബാധലിയോ, ഈ ദിവസത്തിന് ശേഷം വഹ്ഷി നിന്നെ ഞാൻ ഇനി കാണാൻ പാടില്ലട്ടോ. ഇനി നമ്മൾ തമ്മിൽ കാണരുത്. ഈ മാറി നടക്കണം കേട്ടോ. കാരണം എന്താ പ്രശ്നം? വഹ്ഷിയോട് ചോദിച്ചുള്ളതുകൊണ്ടല്ല. വഹ്ഷി അങ്ങനെ കണ്ടാൽ ഈ ഹംസ റളിയല്ലാഹു അങ്ങോട്ട് ഓർമ്മയിലേക്ക് നിരച്ചു വരുന്നതാണ്. എനിക്ക് സഹിക്കാൻ കഴിയില്ല, തളർന്നു പോകും വഹ്ഷി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉഹദ് യുദ്ധത്തിൽ മരിച്ച സഹാബാക്കളുടെ ഖബറിടം. ഇവിടെ 67 ആൾക്കാരെ ഒരു വലിയൊരു ഖബറിടത്തിലും ബാക്കി 3 ആൾക്കാരെ നമ്മൾ വേറൊരു ഖബറിടത്തിലാണ് മറമാടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്താണ് മൊത്തം 70 സഹാബാക്കൾ ഉള്ളത്. ആ 70 സഹാബാക്കളിൽ 67 ആൾക്കാർ കിടക്കുന്നതാണ് അവിടെ ഇടതുഭാഗത്ത് കാണുന്ന നീളത്തിലൊരു തിണ്ടൊക്കെ കാണുന്നില്ലേ, അത് വലിയ ഒരു ഖബറാണ്. ആ ഖബറിനകത്താണ് 67 ആളുകളെ ഒന്നിച്ചു മറമാടിയിരിക്കുന്നത്. ബാക്കിയുള്ള 3 സഹാബാക്കൾ, ആ 3 സഹാബാക്കളുടെ ഖബറുകളാണ് ഈ തൊട്ട് മുന്നിൽ കാണുന്ന 2 ഖബറുകൾ.
2 ഖബറുകളിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ആദ്യത്തെ ഖബർ കുറച്ച് വീതി കൂടുതലുണ്ട്. ആ ഖബറാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ദുല്ലാഹ് ഇബ്നു ജാഷർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുകൾ. പിന്നെ അതിൽ 2 ആൾക്കാരുടെ നടത്തും. അതിന് അപ്പുറത്തുള്ള ഖബറാണ് ഇസ്സ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബർ. കേട്ടോ, അവർക്ക് വേണ്ടി സലാം പറയാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ ഉഹുദ് യുദ്ധം നടന്ന സ്ഥലം കണ്ടു, പിന്നെ സ്വഹാബാക്കൾ നിർത്തിയ സ്ഥലങ്ങളൊക്കെ കണ്ടു, ഖബറിടങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ ശേഷം ഈ ഒരു സ്ഥലത്ത് വന്ന് കുറച്ച് വെള്ളവും കാപ്പിയൊക്കെ കുടിച്ചു. അപ്പം ഞാൻ ബന്നും വെള്ളമാണ് വാങ്ങിയിട്ടുള്ളത്, കാപ്പി കുടിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഹദിയായി തരുന്ന കേട്ടോ, നമ്മൾ വാങ്ങുന്നതല്ല. നമുക്ക് ഹാജികൾ തന്നെയാണ് നമ്മൾ ഉംറയ്ക്ക് പോകുന്നവരൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഹാജി എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ഹദിയായിട്ട് തരുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ മദീന വിട്ട് ഇനി വേറെ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല നല്ല മദീനയിലെ വ്ളോഗുകളുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.